ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്നീ ജാഫറിന്റെ അടുത്ത് നിന്ന് എത്ര വാങ്ങാം, അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്താൽ ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങാം. എന്നിട്ട് അത് പിന്നെ എത്ര 5 കോടി മേടിക്കണമെന്നോ 10 കോടി മേടിക്കണമെന്നോ ഒക്കെ വർത്താനം പറഞ്ഞിട്ട് ക്ലാസ് കഥകളാണ് ഇതൊക്കെ. നമസ്കാരം സുഹൃത്തുക്കളെ, എന്തായാലും ഹൈദറിനെതിരെ വീഡിയോ ചെയ്തപ്പോൾ ഹൈദർ പണം വാങ്ങിച്ചു എന്നുള്ളത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അതിനെതിരെ നിലവിൽ വന്നിട്ടുള്ളത് സലീലാണ്. ഹൈദറിന് നട്ടൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സലീൽ രംഗത്ത് വന്നിട്ടുള്ളത്. കാരണം രണ്ടും ഒരു കോയിന്റെ രണ്ട് വശങ്ങളാണ്. ഹൈദർ ആയാലും സലീലായാലും രണ്ടാളും കൂട്ടുകച്ചവടമാണ് എന്നുള്ളത് ഇനി പറയുന്ന തെളിവുകൾ ഉൾപ്പെടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഞാൻ ഇവരെ വിളിച്ചതിനൊക്കെ തെളിവുകളാണല്ലോ ചോദിക്കുന്നത്. എന്തായാലും ഞാൻ ഇവരുടെ സുഹൃത്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. ഇതിനു മുൻപ് ഇവർക്കെതിരെ പല ആരോപണങ്ങൾ വന്നപ്പോഴും അതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? കാരണം എനിക്ക് ഇവരെ അത്രയും വിശ്വാസമായിരുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. കാരണം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഇവര് നിങ്ങൾ ജനങ്ങളെ അവരെ ഫോളോ ചെയ്യുന്ന ഫോളോവേഴ്സിനെ വെച്ചുകൊണ്ടാണ് ഇവര് ആളുകളുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നത്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് പണം തട്ടുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാവും. അപ്പൊ ഇവരെ ഇനി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകണോ അതോ അൺഫോളോ ചെയ്യണോ എന്നുള്ളത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക. കാരണം നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ ഫോളോവേഴ്സിനെ വെച്ചുകൊണ്ടാണ് ഇവർ ആളുകളുടെ കയ്യിൽ നിന്നും ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ ഫോളോവേഴ്സാണ് ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ആളുകൾ ഭയപ്പെട്ട് പൈസ കൊടുക്കുന്നത് നിർത്തും. പിന്നെ ഈ പണം കൊടുക്കുന്ന ആളുകളോട് പറയാനുള്ളത് ഇവർ മാത്രമൊന്നല്ല ലോകത്ത് വീഡിയോ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഇവർ ഓരോരുത്തർ മാത്രം മിണ്ടാതിരുന്നതിനെ കൊണ്ട് ബാക്കിയുള്ള ആളുകളും മിണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. എന്തായാലും വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പൊ സ്റ്റേഷനിൽ പോയതിന്റെ കുറച്ച് ഭാഗം ഞാനിവിടെ വെക്കാം. അത് വെച്ചിട്ടില്ല, ഞാൻ പോയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേഷനിൽ പോയതിന്റെ ഒരു ചെറിയൊരു പീസ് നിങ്ങൾ ഇവിടെ കണ്ടോളൂ. കാരണം സ്റ്റേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അല്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു ഭാഗം, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന ഭാഗം, പോലീസുകാരനോട് സംസാരിക്കുന്ന ആ ഒരു ചെറിയൊരു ഭാഗം മാത്രം ഞാനിവിടെ വെക്കാം. നമ്പറുണ്ട്. ഞാൻ സാറിന് ഈ വിഷയം അല്ല, അവൻ വിളിച്ചിട്ടുണ്ട്, മറ്റേ വെച്ചിട്ടുണ്ടല്ലോ, കൃഷ്ണപ്രസാദനെ വിളിച്ച്. അപ്പൊ അത് കണ്ടില്ല, സ്റ്റേഷനിൽ ഞാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഇറങ്ങി പോന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതിൽ ക്ലാരിറ്റി കൂടുതൽ വരുത്താനൊന്നുമില്ലല്ലോ. അല്ലാതെ എന്താ പറയാ, സ്റ്റേഷന്റെ പുറത്ത് നിന്ന് കാണില്ല, ഷോ ഓഫ് ഒന്നല്ല ഞാൻ കാണിച്ചിട്ടുള്ളത്. പുറത്ത് നിന്നാണ് നമ്മൾ ലൈവ് ഇട്ടിട്ടുള്ളത്. കാരണം അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോസുകൾ കണ്ടുകൊണ്ട് 1 by 1 ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. എന്തായാലും കണ്ടുനോക്കി. പറയുന്ന ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കപ്പെടുമെന്നുള്ളതും എല്ലാം അറിയാം. പക്ഷേ എന്നിരുന്നാൽ കൂടെ കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനും ഞങ്ങളുടെയൊക്കെ വിശ്വാസ്യത ഇല്ലാതാക്കാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്ന പല ആളുകളെയും ഇവർ പല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് നമ്മളെ ഇഷ്ടമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നമ്മൾ വെറുക്കുന്ന ആളുകളാക്കി മാറ്റാൻ ഇത്തരക്കാർക്ക് സാധിച്ചിട്ടുണ്ട്, ഒരു തെളിവും ഇല്ലാതെ. ആര് പറഞ്ഞു സലീലെ തെളിവുകൾ ഇല്ലാതെയാണെന്നുള്ളത്? പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്താണ്ട് ബ്രെയിൻ വാഷ് ചെയ്താണ്ട് ജനങ്ങളെ മാറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇന്നെ മറ്റൊരാൾ ബ്രെയിൻ വാഷ് ചെയ്തിട്ടൊന്നല്ല. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ വർഷങ്ങൾ മുൻപേ നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വന്ന സമയത്ത് ഞാൻ അതിന് ബ്രെയിൻ വാഷ് ആയിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, നിങ്ങൾക്ക് എതിരെ രംഗത്ത് വരുമായിരുന്നു അല്ലേ? പിന്നെ ഈ പറയുന്ന അബു അരീക്കോടിനെ ആരെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്തിട്ടാണോ? ആണോ അബു അരീക്കോട് മാറിയിട്ടുള്ളത്? അല്ല. അബു അരീക്കോടും ഉള്ള കാര്യങ്ങൾ, അബു അരീക്കോടിന്റെ അനുഭവത്തിൽ വന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ജനങ്ങളോട് എന്ത് ചെയ്തിട്ടുള്ളത്. അബു അരീക്കോടിന്റെ വോയിസ് ക്ലിപ്പുകൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. അതൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം. അതുപോലെ തന്നെ ഫാസിൽ കോക്ടൈൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും ഇവരുടെ കൂടെ ഇവരുടെ സുഹൃത്തായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് ഞാൻ, അബു അരീക്കോട്, ഫാസിൽ കോക്ടൈൽ, ഈ 3 പേരും ഹൈദറിന്റെയും സലീലിന്റെയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാണ്. ഞങ്ങൾ 3 പേരും ഇത് കാര്യം മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഇത് പൊതുസമൂഹത്തിനോട് തുറന്ന് പറയാൻ ഞാൻ തയ്യാറായി. അവർ മറ്റുള്ള ആളുകളോട് പറഞ്ഞു, അത് ആ ആളുകൾ പുറത്തു വിട്ടു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ സധൈര്യം മുന്നിലേക്ക് വന്ന് ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുക, അത് മാത്രമാണ് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളത്. അതാണ് ഇനി ചെയ്യുന്നതും. എന്തായാലും ബാക്കിയും കൂടി തെളിവുകളല്ല ശരിയല്ല എനിക്ക് വേണ്ടത്, തെളിവുകൾ കണ്ടോളൂ. കഴിഞ്ഞ ദിവസം ജംഷീർ പറഞ്ഞിട്ടുള്ളത് ഹൈദർ ജംഷീറിനോട് ആറ്റക്കോയയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കോൾ റെക്കോർഡ് ഹാജരാക്കാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് കൊഞ്ഞനം കുത്തുന്ന രീതിയിലാണ് ജംഷീർ തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുള്ളത്. അതെ, കൊഞ്ഞനെ കുത്തുന്ന രീതിയിൽ റിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞതാണ് വാട്സപ്പ് കോളാണ്, അത് റെക്കോർഡായിട്ടില്ല എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ 1, 2, 3 പേരോടാണ് വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ 3ാമന്റെ പേര് ഞാൻ മനഃപൂർവ്വം ഇവിടെ പറയാതിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട്, ജംഷീറെ എന്റെ പേര് ഇതിലേക്ക് വലിച്ചിടരുത് എന്ന് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ആ 3ാമന്റെ പേര് ഞാൻ ഇതിലേക്ക് വിളിച്ചു വരുത്താത്തതും പറയാത്തതും. അത് എനിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ പറയേണ്ടി വരും. പറയേണ്ട അവസ്ഥ നിങ്ങളായിട്ട് ഉണ്ടാക്കേണ്ട എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നിങ്ങളുടെ കൂടെ ഉറ്റ സുഹൃത്താണ് ഈ 3ാമനായിട്ടുള്ള വ്യക്തി, എന്റെയും ഉറ്റ സുഹൃത്താണ്. അപ്പൊ അവനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വരുത്തരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത്. പിന്നെ ഞാൻ ഹൈദറിനെ വിളിച്ചത് പിറ്റേ ദിവസം ഹൈദറിനെ വിളിക്കുമ്പോൾ ഇതേ കാര്യം സംസാരിക്കുമ്പോൾ ഹൈദർ നിഷേധിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് കേട്ടോക്ക. ഹൈദർ ഞാനൊക്കെ കോൾ റെക്കോർഡ് പുറത്തുവിട്ടിട്ടുണ്ടല്ലോ ഇല്ലേ? ആ കോൾ റെക്കോർഡിൽ പറയുന്ന ആ ഒരു കാര്യം ഒന്ന് കേട്ടോക്ക സലീല, എന്നിട്ട് പറയും. മറ്റേത് എത്ര കിട്ടിയിരിക്കുന്നത് ശരിക്കും ഹാമിദിന്റെ? എന്താ അവസ്ഥ?
ഹാമിദിന്റെ അഞ്ചോയ ഏതാ? ആദ്യത്തെ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പറഞ്ഞു ആദ്യത്തെ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ തന്ത്രപ്പാടിലാക്കുവോ? ആദ്യത്തെ 7 ലക്ഷം വാങ്ങി 10 ലക്ഷം വാങ്ങി. അപ്പൊ ഈ നായിന്റെ മകളിൽ തെളിവൊന്നുമില്ലേ? അപ്പൊ എന്റെ അടുത്ത് സാധനം ഉണ്ട് പറഞ്ഞു ഇപ്പൊ ഇന്നലെ രാത്രി അപ്പൊ പൈസ മേടിച്ചോന്നല്ലേ പറഞ്ഞു? ഇവന്റെ സാധനം ഉണ്ട്. എന്റെ അടുത്ത് സാധനം ഉണ്ട് ഇജ്ജ് പൈസ മേടിച്ചോന്നല്ല ഇപ്പൊ ഇന്നലെ രാത്രി ഇഞ്ഞോട് പറഞ്ഞപ്പോ കിട്ടിയത്. നീ എനിക്ക് പുറത്താ ഈ സാധനം ഉണ്ട് എന്ന് പറയുന്നത് എന്ത് സാധനം? ഈ മറ്റേ എന്തോ പറഞ്ഞ പോലെ ഈ എന്ത് തേങ്ങ ഇവന്റെ പിന്നെ കയ്യിലുള്ളത്, ഇവന്റെ സാധനം എന്റെ കയ്യിലുള്ളത്. സാധാരണ ആളുകളുടെ കയ്യിലുള്ളത് പോലെ തന്നെ, സാധാരണ പിന്നെ ഈ ആളുകൾ പറയുന്ന പോലെ തന്നെ ഈ ആമിത് മറ്റേ വ്യഭിചാരത്തിന്റെ പിന്നെ വീടാണ് പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനക്കാരൻ പിന്നെ പുറത്തു വിടും. അപ്പൊ അതിൽ സലീല വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് കൂടെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ വിളിച്ചപ്പോ 5 ലക്ഷം വാങ്ങി എന്നുള്ളത് ഈ പറഞ്ഞല്ലോ, അത് എന്താണ് അതിന്റെ കാര്യം? അപ്പൊ അവന് ബബ്ബ അടിക്കാണ്. ഇന്നലെ വിളിച്ചു എന്ന് പറയുന്നത് വാട്സപ്പിൽ, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്ലാരിറ്റി ആയില്ല, ക്ലിയർ ആയില്ല. പിന്നെ അത് വിളിച്ചതിന് ശേഷം ഞാൻ ഈ മൂന്നാമന് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ഹൈദറിന്റെ സലീലിന്റെ ഉച്ച സുഹൃത്തുക്കളാണ്. ആ വ്യക്തിയിലൂടെ ഹൈദർ അറിഞ്ഞോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അതുകൊണ്ടായിരിക്കണം പിറ്റേ ദിവസം വിളിച്ചപ്പോ ഹൈദർ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ വേറെ വിഷയങ്ങളിലേക്ക് ഒഴിഞ്ഞു പോയത്. ആ കോൾ റെക്കോർഡ് ഇതിന്റെ മുന്നേ നമ്മൾ ഇട്ടതാണ്, അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ബാക്കി ഇവരെ കുറിച്ച് 1-2 ആളുകൾ കൂടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഈ പറയുന്ന ഹാമിദിന്റെ ഡ്രൈവറായ മുസ്തഫയോട് എന്ത് ചെയ്യാണ് ഹൈദർ പറയുന്ന കാര്യം ഒന്ന് കേട്ടോ. സലീൽ പറഞ്ഞത് പിന്നെ അത്രയൊന്നും കൊണ്ടുപോകാൻ കാത്തിക്കാൻ സമയമില്ല, ഓനെ തുടർന്ന് പോവാണ്, അല്ലെങ്കിൽ അവൻ ഇടയ്ക്ക് വെച്ച് നിർത്താമെന്ന് കൊണ്ട് പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ വിഷയമുണ്ട്. എന്തായാലും ഒരു നാളെ മറ്റേ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ വ്യക്തത ഉണ്ടാക്കിയിട്ട് പോയിക്കോ, പറഞ്ഞോളൂ. പിന്നെ ബാക്കിയത് പിന്നെ വന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടോ എന്തോ ആവാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫോണിൽ ഒരു എസ് ഓർണോ പറഞ്ഞൊരു വ്യക്തത ഉണ്ടാക്കിക്കോ ആദ്യം. അതെ, യെസ് ഓർ നോ പറഞ്ഞ് വ്യക്തത ഉണ്ടാക്കിക്കോ. ഹാമിദിന്റെ ഡ്രൈവറിനോടാണ് പറയുന്നത്. എന്ത് യെസ് ഓർ നോ? ഇവര് ഹാമിദിനെ കൊണ്ട് സംസാരിച്ചാണ്ട് എന്ത് യെസ് ഓർ നോ ആണ് ഇവർക്ക് കിട്ടേണ്ടത്? ഡീലിന് റെഡി ആണോ അല്ലേ? ഇത് രണ്ടുമാണ് ഇവർക്ക് അറിയേണ്ടത്. ഡീലാണോ നോ ഡീലാണോ എന്നുള്ളത് അറിയണം. അതാണ് ഇവിടെ ചോദിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ വോയിസ് ഒക്കെ മുൻപ് ഉണ്ടായിരുന്നു, അന്നൊന്നും എനിക്ക് ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്റെ അനുഭവത്തിൽ വന്നപ്പോൾ ഇതൊക്കെ സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസമായി എന്നാണ് പറയാനുള്ളത്. ഇനി മുസ്തഫയുടെ കഴിഞ്ഞിട്ട് അടുത്തതുള്ളത് ഹനീഫ നിലമ്പൂരുമായിട്ട് ഹൈദർ സംസാരിക്കുന്ന ഡീലിങ്ങിന്റെ ആ ഒരു കോൾ റെക്കോർഡിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഉൾക്കൊള്ളിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് ഫുള്ളായിട്ട് ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രശസ്തമായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നിങ്ങളൊന്ന് കേട്ടോക്കി. എങ്ങനെങ്കിലും പറഞ്ഞിട്ട് നിർത്താൻ പറയാം. ഞാൻ പറഞ്ഞു ഓക്കെ, ആ കണ്ടീഷൻ അംഗീകരിച്ചു. ഞാൻ വിഷയം അവിടെ അവസാനിച്ച് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്താണല്ലേ ബാക്കി നമുക്ക്. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ പോയി സംസാരിച്ച എന്താവും? ഞാൻ പറഞ്ഞു ഇന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് അവനെ വിശ്വസിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ പരിചയപ്പെട്ടേ. അപ്പൊ ഞാൻ കുറെ ആയി പറയാനായിട്ട് നിങ്ങൾ ആളൊന്ന് പരിചയപ്പെട്ടൊക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ അറിയാൻ പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ എന്താ പറയാ, ഇവരുടെ ആക്രാന്തം കൂടാൻ പറ്റില്ല. ഇന്നത്തെ നല്ല ഏറ്റിക്കണതല്ലോ. അല്ല ഇത് ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം അല്ല ഇയാൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പൊ ഇവർ വിചാരിക്കുന്നത് ഇന്നോട്ട് ഇവിടെ കഴിഞ്ഞു, രണ്ടാമത് കഴിഞ്ഞു എന്നാണ് ഇയാൾ ചിന്തിക്കുന്നത്. ഇത് കഴിയുന്നില്ല, ഇത് അവസാനിക്കുന്നില്ല. ഞാൻ വരുന്നതറിയോ, ഞാൻ സൈലന്റ് അവിടെ കൊണ്ട് ഇയാൾക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് അത് നീ എന്താ നീ കറക്റ്റ് ആയിട്ട് ചെയ്തോ. ഞാനിത് പറഞ്ഞു ഓലെ എത്ര ചോദിക്കണ്ട് നിങ്ങൾ നോക്കണ്ട. ഞാൻ 10 ഞാനാണെങ്കിൽ ഞാൻ ഇടപെട്ടുകാണ്ട് ഞാൻ റെഡിയാക്കി തരാം. ഓൻ ചിലപ്പോ ഓനങ്ങൾ നമ്മൾ കുറച്ച് കണ്ടാലോ 25 നമ്മൾ പറഞ്ഞു ഓനെ നമ്മൾ പറഞ്ഞാലോ ഓനെ നമ്മൾ കുറച്ച് കാണുന്നില്ലാണല്ലോ. അപ്പൊ ഇന്നേറ്റ് ഞാനിപ്പോ എന്നോട് കൊടുക്കണത് ഇപ്പൊ 5 ലക്ഷം കൊടുക്കാൻ 2 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ എന്നോട് എന്ത് പറയില്ല, അനിപ്പ അത് അതിലേറെ വേണം എന്നോട് പറയില്ല. ഞാൻ 1 ലക്ഷം കൊടുത്താലും സമ്മതിക്കും, പക്ഷെ എനിക്ക് എന്ത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എനിക്ക് 1 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു വില ഏൽപ്പിക്കുമല്ലോ, അതില്ലാതെ പോലെ അറിഞ്ഞാ. കാരണം ഞാൻ അവനോട് ചെയ്യുമ്പോൾ എന്തെങ്കിലും തിരിച്ച് എനിക്കും ചെയ്ത് കൊടുക്കാൻ പയ്യണ്ടേ എന്ന് പറയുന്നത്. അപ്പൊ ഇത് മെല്ലെ ചാടിച്ചല്ലേ നടക്കുള്ളൂ. അതെ, മെല്ലെ ചാടിക്കലേ നടക്കുള്ളൂ. ആക്രാന്തം കൂട്ടി ഒന്നിച്ച് വാങ്ങാൻ കഴിയൂല എന്ന് വളരെ കൃത്യമായിട്ട് ഹാമിദിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്ന ആ കോൾ റെക്കോർഡ് ഹനീഫയും ഹൈദറും സംസാരിക്കുന്നതാണ്. ഇതിൽ കാട്ടിൽ ക്ലാരിറ്റി ആയിട്ട് ഇനി എന്താണ് വേണ്ടത്? ഹാമിദിന്റെ കയ്യിൽ നിന്ന് ഇവർ പണം വാങ്ങിയിട്ടുണ്ട്. കാരണം അത് തെളിവില്ലാതിരിക്കാൻ കാരണം എന്താണ്? ഞാൻ പലപ്പോഴും തെളിവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇവർ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലെ ഇടനിലക്കാർ വഴിയായിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാകുക. അപ്പൊ അതിന് തെളിവുണ്ടാവില്ല. എങ്ങനെ തെളിവുണ്ടാകുന്നത്? ഹാമിദ് വേറൊരാൾക്ക് കായ് കൊടുത്ത് വേറൊരാൾക്ക് കൊടുത്ത് അയാൾ ഹൈദറിന് കൊടുത്തു കഴിഞ്ഞാൽ അതിന് തെളിവുണ്ടാവില്ല. അപ്പൊ ആ തെളിവില്ല എന്നുള്ളതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ധൈര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവര് പല വിഷയത്തിലും, ഈ ഹാമിദിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനു മുന്നേ ഇബ്നു സീനയിൽ നടത്തിയ ഒരു നാടകവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാസിൽ കോക്ടെയിൽ പറഞ്ഞ ആ ഒരു വോയിസ് കൂടെ നിങ്ങളൊന്ന് കേൾക്കുക. കാരണം ഇവരൊക്കെ ഇവരുടെ സുഹൃത്തുക്കളാണ്. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. അതായത് ഞാൻ പറയുന്നത് ഇതിലേക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറയുന്ന ഫാസിൽ, അതുപോലെ തന്നെ എന്താണ് പറയാ അബു അരീക്കോട്, ഞങ്ങൾ 3 പേരും ഇവരുടെ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് പറയേണ്ടത്, സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും മനസ്സിലായി. കാരണം കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് ഇതിന്റെ അവസ്ഥ. ഇവരോടൊക്കെ കൂടുതലായിട്ട് ഇടപഴകുമ്പോഴാണ് ഇവരുടെ സ്വഭാവം എന്താണ് എന്ന് അറിയുന്നത്. എന്തായാലും കേട്ടോ, ഈ പറയുന്ന ഫാസിൽ കോക്ടെയിൽ പറയുന്ന ആ ഒരു വോയിസ് ഒന്ന് കേൾക്കി. ആസ്പത്രിയിലേക്ക് പോകുമ്പോ
ഹൈദർ മധുവിന്റെ 2 സുഹൃത്തുക്കൾ കാറിലുണ്ടായിരുന്നു. പിന്നെ ഇവനുണ്ടായിരുന്നു, ആര്, മിറർ കേരള, അവനുണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിച്ച് വരുത്തി. ഞാൻ പോകാൻ താല്പര്യമില്ലാതായിരുന്നു. കാരണം എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ എടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാനത്തേക്ക് എടുക്കാനല്ലോ. അപ്പോൾ ഇവനോടുള്ള ഒരു എന്താ പറയുക, ഒരു സ്നേഹം കൊണ്ട് ഇവൻ വിളിച്ച് പറഞ്ഞു, നീ ഇത് വന്നില്ലെങ്കിൽ എൻ്റെ വീഡിയോ നിർത്തി യൂട്യൂബിനകത്ത് ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. EBC ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അവിടെ അടിയമ്പകളൊക്കെ ഉണ്ടായിട്ടല്ലോ, അത് തന്നെ ഒരു അഭിനയമാണ്. അത് അവിടെയുള്ള ആൾക്കാർ തന്നെ അങ്ങനെ ഒരു സീനറി ഉണ്ടാക്കി വെച്ചതാണ്. അത് ഒറിജിനൽ അടിയില്ല, അതൊരു നമ്പറാണ്. അത് ഞാൻ അറിഞ്ഞപ്പോൾ ഈ അടി നടക്കുമ്പോൾ എനിക്കറിയില്ല ഇത് ഒറിജിനലാണെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഈ ബഹളം ഉണ്ടാക്കിയതൊക്കെ വന്നിട്ട് ഹൈദരാബാദ് ചായ കുടിക്കുക പോവുക, അതുകൊണ്ട് ഭയങ്കര കമ്പനി. അങ്ങനെ ഒരു ക്രിയേറ്റിംഗ് ചെയ്ത പരിപാടിയാണത്. പിന്നെ വൈകുന്നേരം 8 മണിയാകാൻ വേണ്ടി കാറിൽ അവിടെ കിടന്ന് കറങ്ങി, തങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ കൂടിയും അതിന്റെ ബാക്കിൽ കൂടിയും അവിടെയും ഇവിടെയും എവിടെയൊക്കെ പോയി ഇരുന്ന് അങ്ങനെ രാത്രി 8 മണിയാകുമ്പോൾ ആളൊഴിഞ്ഞ സമയത്ത് കാറുമായിട്ട് ആസ്പത്രിയുടെ ഉള്ളിലേക്ക് വന്നു. ആസ്പത്രിയുടെ ഉള്ളിലേക്ക് വന്നിട്ട് അവിടെ ഇരുന്നിട്ട് കാശും വാങ്ങി പോക്കറ്റിലിട്ട്. എപ്പിടി ഇருக்கு ഇബ്നു സീനക്കെതിരെ ഇവർ പ്രതികരിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? ഇബ്നു സീന തട്ടിപ്പാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകൾ പിന്നെ ഇബ്നു സീനയിൽ പോയിട്ട് വക്കാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുക പ്രൊമോഷന് വേണ്ടിയിട്ടേ. എന്നിട്ട് അത് പ്രൊമോഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തൂടെ പോയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പൈസ മേടിക്കുക. എങ്ങനെയുണ്ട് ഇപ്പൊ ഇവിടെ ആരാ പൊട്ടന്മാരായത്? ഇവളൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളല്ലേ പൊട്ടന്മാരായത് അല്ലേ? ഇതൊക്കെ ഇതിന്റെ മുൻപ് വന്ന വോയിസുകളാണ്, ഇറങ്ങിയ വോയിസുകളല്ല. പക്ഷെ അന്നൊന്നും ഞാനും ഇവരെ എന്ത് ചെയ്തിരുന്നില്ല, ഇവരെ ഞാൻ അവിശ്വസിച്ചിരുന്നില്ല. കാരണം ഇവരെ വിശ്വസിച്ചിരുന്നു, ഇവരങ്ങനെ ചെയ്യില്ല എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് വിശ്വസിക്കേണ്ട അവസ്ഥയായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ വന്നു, എന്നോട് ഇവർ പറഞ്ഞു ഹാമിദിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചതും അതുപോലെ തന്നെ പാലക്കാട് ആ കല്യാണ വിഷയത്തിൽ പോയിട്ട് നമുക്ക് ഇടപെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, കമ്മീഷൻ മേടിക്കുക എന്നുള്ളതും വളരെ കൃത്യമായിട്ട് ഹൈദർ എന്നോട് പറഞ്ഞതാണ്, വാട്സപ്പ് കോളിലൂടെ പറഞ്ഞതാണ്. അത് എവിടെ വെച്ചും എവിടെ വേണമെങ്കിലും സത്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്, അതിൽ ഒരു സംശയവും വേണ്ട. അത് ഞാൻ എവിടെ വെച്ച് സത്യം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഹൈദർ ഖുർആനും ഹദീസൊക്കെ ഓതിങ്ങാണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. പോരെ, നമുക്ക് രണ്ടാക്കും പോകുക. എവിടെ വെച്ചാണോ സത്യം ചെയ്യേണ്ടത് അവിടേക്ക് പോരെ, ഞാൻ റെഡിയാണ്. എവിടേക്കാണെങ്കിലും ഞാൻ റെഡിയാണ്. കാരണം ഞാൻ പറയുന്നത് സത്യമാണെന്നുള്ളത് എന്റെ നെഞ്ച് തൊട്ടി എനിക്ക് പറയാൻ കഴിയും. കാരണം എനിക്ക് നിങ്ങൾക്കെതിരെ നുണ പറഞ്ഞുകൊണ്ട് ഒരു വിഷയം വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് വീഡിയോസ് വേറെയും കിടക്കുന്നുണ്ട്, അതൊക്കെ വീഡിയോ ചെയ്യാന്നുള്ളൂ. അല്ലാതെ നിങ്ങൾക്കെതിരെ ഇങ്ങനെ എന്താ പറയാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആൻഡ് ഫൈനലാണ് നിങ്ങൾക്കെതിരെ ഉള്ളത്. കാരണം ഇതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എന്താണ് ഏതാണ് എന്നുള്ളത്. അപ്പൊ ഇനി ബാക്കി അബു അരീക്കോട് പറയുന്ന കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാവും. ഈ ഞാൻ അബു അരീക്കോട് ഫാസിൽ കോക്ടൈൽ 3 പേര് ഓക്കെ ഇവരുടെ സുഹൃത്തുക്കളായിരുന്ന ആളുകളാണ്. ബാക്കി കേൾക്കി. പോക്ക് പോണത് ഈ മയ്യൽ ജാഫറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത്, സ്ത്രീന്റെ അടുത്തേക്ക്, ആ സ്ത്രീന്റെ അടുത്തേക്ക്. അതോടുകൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായി. പിന്നെ പേടിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ്, വിചാരിക്കുന്നിടത്തൊന്നല്ല. എന്നാൽ ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയണത് അതിന്റെ ഒരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു എന്നുള്ളതിനപ്പുറത്തൊന്നും. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓലെ ഭീഷണിപ്പെടുത്തി പൈസ മേടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാൽ നാട്ടുകാരെ അറിയില്ല എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയണില്ല. അങ്ങനെ ആലോചിക്കുന്നതെന്നല്ല. യൂട്യൂബിലൊക്കെ എഫേർട്ട് എടുത്ത് വീഡിയോ എന്തുകൊണ്ടാ അതിന് കിട്ടുന്ന ചില്ലറ കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ്. പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്നീ ജാഫറിന്റെ അടുത്ത് നിന്ന് ഇത്ര വാങ്ങാം, അല്ലെങ്കിൽ ആ കേസ് തീരുമാനമാക്കി കൊടുത്താൽ ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങാം. ഇത് കേട്ടതോടുകൂടി ഈ രീതിയിലാണ് ഇതിന്റെ സാധനം പോകുന്നതെന്ന് മനസ്സിലാക്കിയോടി കയ്യിൽ പോയി. അവിടെയാണ് എനിക്ക് പാടി. ഹൈദറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഹൈദർ എന്നിട്ട് അത് പിന്നെ എത്ര 5 കോടി മേടിക്കണമെന്നോ 10 കോടി മേടിക്കണമെന്നോ ഒക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിട്ടുള്ള കഥകളാണ്. ഇത് കേട്ടപ്പോ എനിക്ക് പേടിയായി. ഇത് കയ്യിൽ നിന്ന് പോകുമല്ലോ, എവിടെയെങ്കിലൊക്കെ പണി കിട്ടുന്നുള്ള സാധനം വന്നപ്പോ ഞാനത് എന്ത് ചെയ്തു, ഞാൻ ആ കേസ് വിട്ടു. അതാണ് ഉണ്ടായത്. അപ്പോൾ അബു അരീക്കോട് പറഞ്ഞ ഈ കാര്യം മയ്യിൽ ജാഫറിനെതിരെ ഇവർ ചെയ്ത വീഡിയോ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി. ഹാമിദിനെതിരെ ചെയ്തതുപോലെ തന്നെ. പിന്നെ ഞാൻ പറഞ്ഞിരുന്ന 7-ാം തീയതിക്ക് ശേഷം ഞാൻ എൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പിന്നെ ഈ പറയുന്ന ഹാമിദിനെതിരെയുള്ള ആളുകളൊക്കെ പോയി കണ്ട് വീഡിയോ എടുക്കണം, അതിന് കുറച്ച് സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അധികം എടുക്കാതെ ഞാനത് ചെയ്യും. അല്ലാതെ ഞാനത് വിട്ടിട്ടില്ല, ഞാനത് ഒഴിവാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് വരാം. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പറയുന്ന അബു അരീക്കോട് ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങൾ, ഫാസിൽ കോക്ടൈൽ പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾ കേട്ടതാണ്. പിന്നെ ഇവർ ഇപ്പൊ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അബു അരീക്കോട് ക്ഷമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഇല്ലേ? നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് കാണുക. അതിന്റെ മുകളിൽ സൂക്ഷിക്കുക എന്നുള്ള ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിട്ട് അബുവിനെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ എഴുതിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അബുവിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അബുവിനെ കൊണ്ട് ഇവർ മാപ്പ് പറയിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പൊ ഇവർ പറയുന്നത് എന്താ, അബു അങ്ങനെ നടക്കണവനാണ്, ഇങ്ങനെ നടക്കണവനാണ്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവനാണെന്നൊക്കെയാണ് അബുവിനെ കുറിച്ച് ഇവർ പറയുന്നത്. കാരണം ഇവർക്കെതിരെ ആര് സത്യം വിളിച്ച് പറഞ്ഞോ അവരൊക്കെ ഭയങ്കര മോശക്കാരാ. ഇവര് രണ്ടുപേരും മാത്രം, സലീലും ഹൈദറും മാത്രം മാന്യന്മാര്, ബാക്കിയുള്ള ആളുകളെല്ലാം മോശക്കാര്. ഇവര് ആളുകളെ വെച്ചുകൊണ്ട്, ഫോളോവേഴ്സിനെ കാണിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം പറ്റുന്നതിന്, ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം മേടിക്കുന്നതിന് ഒരു പ്രശ്നമല്ല. ഇവർ ഭയങ്കര മാന്യന്മാരാ. കാരണം ഇതിന് മുൻപ് നമ്മൾ വിട്ട കോൾ റെക്കോർഡിൽ ഹൈദർ പറയുന്നുണ്ട് മറ്റേ കേസിൽ, പാലക്കാട്ടെ കേസിൽ ഇടപെട്ടുകാണ്ട് നമുക്ക് കമ്മീഷൻ മേടിക്കാം. അതുപോലെ തന്നെ ഇന്നലത്തെ വീഡിയോയിൽ സലീൽ പറയുന്നുണ്ട് എന്ത്,
ഹാമിദിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിൽ എന്താണ് തെറ്റുള്ളത്? ഹാമിദ് നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാര്യമല്ലേ എന്നുള്ളത്. ഈ നാട്ടുകാരെ പറ്റിക്കുന്നവന്റെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്ന ഇവരും ചെയ്യുന്നത് രണ്ടും ഒരേ തെറ്റല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കി, രണ്ടും ഒരേ തെറ്റല്ലേ? രണ്ടാളും ആരുടെ പൈസയാണ് വാങ്ങുന്നത്? ഈ നാട്ടുകാരെ പറ്റിക്കുന്ന പണമാണ് രണ്ടു കൂട്ടരും വാങ്ങുന്നത്. അപ്പൊ രണ്ടു കൂട്ടരും ചെയ്യുന്നത് തെറ്റാണ്. എന്നിട്ട് അത് ഹലാലാണെന്നുള്ള ഒരു വാക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവമ തീർന്നു എല്ലാം. എങ്ങനെ ഇരിക്കണ്? അപ്പൊ സംഭവം എത്ര ഉള്ളൂ. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത് അറിയില്ല. കാരണം ഇവിടെ ഹാമിദിന്റെ കയ്യിൽ നിന്ന് ഹൈദറും സലീലും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം കൈപ്പറ്റിയിട്ടുണ്ട്. 3 വട്ടം. അത് എവിടെ വേണമെങ്കിലും വന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഞാനും ഒരു വിശ്വാസിയാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ പറയുന്ന ഹൈദർ പറയുന്ന ഏതൊരു സ്ഥലത്ത് വന്നും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയെങ്കിലും ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധമായി ഇവരെ അൺഫോളോ ചെയ്തുകൊണ്ട് അവരുടെ പേജ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധം ഇതൊന്നും മാത്രമാണ്. അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പിന്നെ ഇനിയും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോസുകൾ ഞാൻ ചെയ്യും. കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ചെയ്യും. ഇത് വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ ചെയ്ത ഒരു വിഷയം മാത്രമാണ്. അപ്പൊ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ പോലീസുകാരനെ വിളിച്ചതിന്റെ കോൾ റെക്കോർഡൊക്കെ എന്റെ കയ്യിലുണ്ട്. പിന്നെ ആ ഒരു പോലീസുകാരുടെ കോൾ റെക്കോർഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് പുറത്ത് വിടാത്തത്. 22 മെയ് 22 ഞാൻ പോലീസുകാരനെ വിളിച്ച എല്ലാ കാര്യം എന്റെ കയ്യിലുണ്ട്. വിളിച്ചതും അയാളെ സംസാരിച്ചതും അത് റെക്കോർഡായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അയാൾ എന്തുകൊണ്ട് കേസെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. കേസെടുക്കാൻ പറ്റൂല എന്ന് അയാൾ പറഞ്ഞിരുന്നത്, ആ സ്റ്റേഷനിൽ കേസെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ സാധനമൊക്കെ എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ വഴിയെ ഞാൻ വിടും. ഒരു പ്രശ്നമല്ല കയ്യിൽ. ഞാൻ ആ ഒരു പോലീസുകാരുടെ കൂടെ ഈ ഒരു വിഷയത്തേക്ക് വലിച്ചിറക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാത്തത്, ആ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്യാത്തത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, ഹൈദറും സലീലും കള്ളന് കഞ്ഞി വെക്കുന്നവനും കള്ളനും രണ്ടും ഒരു കോയിന്റെ 2 വശങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയതിൽ ക്ഷമ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.